ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. 1-2 വാക്യങ്ങൾ. ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ ഭരണകാലത്ത് കർമ്മനിരതനായിരുന്ന പ്രവാചകനായിരുന്നു യെരുശലേമിലെ യെശയ്യാപ്രവാചകൻ. യെശയ്യാപ്രവചനം 2 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 മുതൽ 39 വരെ അധ്യായങ്ങളുടെ കാഴ്ചപ്പാട് പ്രവാസത്തിനു മുൻപുള്ളതും 40 മുതൽ 66 വരെ അധ്യായങ്ങൾ പ്രവാസത്തിനു ശേഷമുള്ളതാണെന്നും വ്യക്തമാണ്. ഈ പുസ്തകത്തിലെ മുഖ്യ ആശയം യെശയ്യാവ് എന്ന പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. യെശയ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം രക്ഷ യഹോവയിങ്കൽ നിന്നും വരുന്നു എന്നതാണ്. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ രക്ഷയുടെ വലിയ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്നു. ദുഷ്ടതയ്ക്ക് അനുസൃതമായി ദൈവം ശിക്ഷിക്കും, എന്നിരുന്നാലും കാരുണ്യവാനായ ദൈവം യഹൂദനും ജാതികൾക്കും വേണ്ടി ഒരു രക്ഷകനെ നൽകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനെ ആസ്പദമാക്കി 2 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ഇത് പ്രവാചകന്റെ പ്രത്യാശ നിർഭരമായ വാക്കുകളാണ്. 89-ാം സങ്കീർത്തനം 3-4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്റെ വൃതനോട് ഞാനൊരു നിയമവും എന്റെ ദാസനായ ദാവീദിനോട് സത്യവും ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, തന്റെ സിംഹാസനത്തെ തലമുറ തലമുറകളോളം ഉറപ്പിക്കും. യഹോവയുടെ ന്യായവിധിയിൽ വെട്ടിവീഴ്ത്തപ്പെട്ട യഹൂദയിലെ വൃക്ഷങ്ങളിൽ ഒന്നായ യിശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടുമെന്ന് പ്രവാചകൻ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നു. യഹൂദ നിലംപരിചായി എങ്കിലും തന്റെ സന്തതിയെ സിംഹാസനത്തിൽ ഇരുത്താനായി ദാവീദിനോടുള്ള ദൈവത്തിന്റെ കരുണയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നീതിമാനും വിശ്വസ്തനുമായ ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കും. 2 തിമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഇസ്രായേലിനെ കുറിച്ചുള്ള കരുതലും എരിവുമാണ് കഷ്ടതയും നിരാശയും അടിമത്തവും അനുഭവിച്ചിരുന്ന ജനത്തിന് മശിഹായിൽ കൂടി ദൈവിക ഭരണം സ്ഥാപിക്കുവാൻ കാരണമായി ഭവിച്ചത്. ഇവിടെ ഇസ്രായേലിനെ കുറവുകളോടുകൂടി തന്നെ സ്നേഹിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പുതു രാജാവിന്റെ ജനനത്തെയും വാഴ്ചയെക്കുറിച്ചുമുള്ള ദർശനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പുറം കാഴ്ചകൾക്കും കേൾവികൾക്കും അനുസരിച്ച് ന്യായം വിധിക്കാതെ ദരിദ്രന്മാർക്കും സാധുക്കൾക്കും നീതിയോടെ നേരോടും ന്യായപാലനം ചെയ്യുന്ന മശിഹായെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീതിമാനും വിശ്വസ്തനുമായ ദൈവം നിരന്തരമായും നിത്യമായും തന്റെ ജനത്തോട് ചേർന്ന് വസിക്കുമെന്നുള്ള ഉറപ്പ് ദൈവജനത്തിന് പ്രത്യാശ നൽകുന്നതാണ്. 2-മതായിട്ട് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ആത്മീയമായ കൃപകളാൽ ഒരുക്കപ്പെടുന്ന യഹോവയുടെ അഭിഷിക്തൻ ഭരിക്കുന്ന രാജഭരണത്തിലെ ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും പ്രത്യേകതകളെക്കുറിച്ച് ഇവിടെ പറയുന്നു. മശിഹാ ഭരണത്തിൽ ഉളവാകുന്ന ശാന്തിയുടെ യാഥാർത്ഥ്യം പ്രകൃതിയിലെ ദുഷ്ടജന്തുക്കളെ പോലും സ്പർശിക്കും. മനുഷ്യവർഗത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് നിലനിന്നിരുന്ന സൗഹാർദ്ദം വീണ്ടും സ്ഥാപിതമാക്കും. വാക്യം 10 ദേശത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പാർത്ത യഹൂദ ജനത്തെ കൂട്ടിച്ചേർക്കുന്നതിനായി ദൈവം 2-ാം പ്രാവശ്യം തന്റെ കരം നീട്ടുമെന്ന് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നു. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ ഭരണത്തിന് കീഴിൽ ഈ ലോകമായി തീരുമ്പോൾ ആഗോള വ്യാപകമായി സമാധാനമുണ്ടാകുമെന്ന് ഈ വേദഭാഗം സൂചിപ്പിക്കുന്നു. ആചരിച്ചും ആഘോഷിച്ചും അവസാനിപ്പിക്കേണ്ട ഒരു ചടങ്ങല്ല ക്രിസ്തുവിന്റെ ജനനം. യുദ്ധവും അസ്വസ്ഥതകളും അനീതിയും വർദ്ധിച്ചു വരുന്ന ഈ കാലം ഒരിക്കൽ കടന്നു പോകുമെന്നും നീതിമാനും വിശ്വസനുമായ ദൈവം നിരന്തരമായും നിത്യമായും ജനത്തോടൊപ്പം വസിക്കുമെന്നും ഓർമ്മിക്കേണ്ട ദിനങ്ങളാണ് ക്രിസ്തുമസ്. നമുക്ക് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ പങ്കുകാരായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളെ സ്നേഹിച്ച സ്വർഗീയ പിതാവേ, സമാധാനമില്ലാത്ത അനീതിയും ആക്രമണവും നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമി നിന്നെ കൊണ്ടുള്ള പരിജ്ഞാനത്താൽ നിറയുവാൻ സഹായിക്കണമേ. ആമേൻ.